കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇത്തം പറഞ്ഞു തുടങ്ങും വിധൗ രാമൻ ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ച് ഭക്ത്യാൽ നമസ്കൃത്യ രാജീവലോചനൻ അരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതിപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നിടും. മമാനുഗ്രഹത്താൽ മുക്തിയും വന്നിടും, ഇല്ലോരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ട് വണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ട് വാരണാസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു. ജിതശ്രമം ഗംഗാ സലിലവും കൊണ്ടുപോന്നാദരാൽ രാമേശ്വരം അന്നഭിഷേകവും ചെയ്തതാ. ശ്രീമൽ മുദ്രേ കളഞ്ഞു തൽഭാരവും മഞ്ജനം ചെയ്യുന്ന മർത്യനെന്നോട് സായൂജ്യം വരുമതിന്നില്ലോരു സംശയം എന്നരുൾ ചെയ്തിതു. രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പറഞ്ഞു തുടങ്ങിനാൽ വിദ്രുതം അദ്രിഭാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർത്തിരുപത് യോജന വിട്ടെന്നാൽ 3-ാം ദിനം, 21 യോജന 4-ാം ദിനം, 22 23-ഉം 5-ാം ദിനം. 5 നാൾ കൊണ്ട് ശതയോജനയായതും ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാൻ. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ താരേയ കണ്ടേ
സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൽ വാനരസേനയോടും ദ്രുതം ലങ്കാപുര ലോകനാശയാൽ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണ്ണമയധ്വജ പ്രകാരം തോരണപൂർണം മനോഹരം പ്രാസാദസകുലം കൈലാസശൈലേന്ദ്ര സന്നിഭഗോപുരജാല പരിഖശതഗ്നി സമന്വിതം പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രേഭിസകുലം രത്നദണ്ഡാതവ ത്രൈപുരശോഭിതേ ആലവട്ടങ്ങളും ദഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിടിനാൽ മുന്നേ നിബദ്ധനായോര് ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമോഖനവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ? വാനരേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തിയോ? തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരോക്തികൾ കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധു തന്ന തരതീരോപരി ചെന്നോര് അന്തരമെന്നെ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി പാഹിതി. ഞാൻ അനാമയം പൂണ്ട് കരഞ്ഞ നാദം കേട്ട് ദൂതവധ്യൻ അയപ്പതിന്നിപ്പോൾ എന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാൽ അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളേ. നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു. മാനവവീരാനുജ്ഞയാൽ സാദരം പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൾ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നയിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലോ മുന്നഴിച്ച് അറിയിച്ചു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ട്
അന്ധനായി പോന്നിരുന്നോര് കൊണ്ട് ഭവാൻ പോരും ഇതു ബലമെങ്കിലെന്നോട് പോരിനായി കൊണ്ട് പുറപ്പെടുകാശു നീലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ട് ഞാൻ കൈപ്പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിഞ്ഞു പൊക്കൊരു രോഷവും ആശു തീർത്തിടുവാൻ നക്തഞ്ചരകുലെ ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുൾ ചെയ്തിരുന്ന അരുളിടിനാൾ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യബലം ദശകണ്ഠ പ്രഭു കവിപുങ്കവപാലിതം പർവ്വതസന്നിഭന്മാരായ വാനര പൂർവീകുലങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യവതാവരനായ കുമാരനും ഓംകാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവൻ 100,000 പടയോട് രിപുക്കളെ നീറാക്കുവാനുഴറ്റോട് വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുവാനോട് നീലനാം സേനാധിപതി വന്നി നന്ദനൻ അംഗദനാകും ഇളയ രാജാവതിൻ അങ്ങേതു പത്മ കിഞ്ചൽക്ക സമപ്രഭൻ വാൾ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദന അദ്രിശൃംഗോപമൻ തൽപാർശ്വസീമയിൽ നിൽക്കുന്നതും വാദ്ദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ രജത സമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുൻപിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യ നന്ദനന്മാരല്ലോ സേതുകർത്താവാം നളൻ ഇങ്ങേതു ബോധമേറും വിശ്വകർമാബുധൻ മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടുമില്ല സംശയം ഇത്തരം ശുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസിനും ക്രോധതാം രാക്ഷനാം ദഗ്ധനായി പോകും ശുകനെന്നു തോന്നുമാർ അത്യന്തരോഷേണം നോക്കിയരുൾ
ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരു ഉപകാരമോർക്കയാലുണ്ട് കാരുണ്യമെനിക്കതുകൊണ്ട് ഞാനിന്ന് കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചു. മുന്നിൽ നിന്നാശു മറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാത്തൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയുമില്ലെനിക്ക്. എന്നുടെ മുൻപിൽ നിന്ന് നീ കാൽക്ഷണം നിൽക്കില വന്നുകൂടും മരണം നിനക്കുമേ എന്നതു കേട്ടു പേടിച്ച് വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പോക്കിരുന്നിടിനാൻ.